മനുഷ്യൻ്റെ മസ്തിഷ്ക വികാസത്തെക്കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ള ഒരുപാട് പഠനശാഖകൾ ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ മനുഷ്യൻ്റെ മസ്തിഷ്കം വികസിച്ച കാലഘട്ടങ്ങളിലെ മനുഷ്യൻ്റെ ചില ശീലങ്ങളെക്കുറിച്ചിട്ട് ഒരുപാട് എംഫസൈസ് ചെയ്ത് പറയുന്നുണ്ട്. അതിലൊരു ശീലമാണ് വരയ്ക്കൽ എന്നുള്ളത്. നമ്മൾ സ്കൂളുകളിൽ ചെറിയ കുട്ടികളായി പഠിച്ചിരുന്ന കാലഘട്ടത്തിലെ നമ്മളുടെ പാഠപുസ്തകങ്ങളിലൊക്കെ ഒരുപാട് നമുക്ക് വരയ്ക്കാനുണ്ടായിരുന്നു. ചിത്രങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. വരയ്ക്കാനും കളറ് ചെയ്യാനും നോക്കി വരയ്ക്കാനും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ എക്സാമിനേഷൻസ് പോലും അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ ചെറുപ്പകാലങ്ങളിൽ പഠിച്ച പുസ്തകങ്ങളിലൊക്കെ ചിത്രകഥകളുണ്ടായിരുന്നു. നമ്മളിങ്ങനെ വളർന്നു വലുതായി വന്നപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ സംഭവിച്ചൊരു കാര്യം എന്താ വെച്ചാൽ നമ്മളുടെ ചിത്രങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറഞ്ഞു വന്നു. പിന്നെ ചില ചിത്രങ്ങൾ നമ്മളെ പരിചയപ്പെടുത്തി. ഇങ്ങനെ ഒരു ചിത്രം വരച്ചു, ഇതിനെ ആ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോ ചിത്രങ്ങളാണ് നമ്മളെ പരിചയപ്പെടുത്തി. ലിപികളൊക്കെ ഓരോ ചിത്രങ്ങളാണ്, ഓരോ ഷേപ്പിലുള്ള വരകളാണ്, ആർട്ടുകളാണ് അതൊക്കെ. അതിനെ ആ എന്നും ഇ എന്നും എ ബി സി ഡി എന്നൊക്കെ പരിചയപ്പെടുത്തി. ആ ചിത്രങ്ങളെ നമ്മൾ ഭാഷകൾ എന്ന് വിളിച്ചു, ലിപികൾ, ഭാഷകൾ എന്നൊക്കെ വിളിച്ചു. അതിൻ്റെ ഒരു ലോകത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് പിന്നീട് പ്രവേശിച്ചു. പിന്നെ കാലഘട്ടത്തിൽ എവിടെയോ വെച്ചിട്ട് സാധാരണ മനുഷ്യർ, ഒരു ആർട്ടിസ്റ്റ് അല്ലാത്ത എല്ലാവരും അവരുടെ ചിത്രം എന്ന് പറയുന്ന കോൺസെപ്റ്റുകൾ ഉപേക്ഷിച്ചു തുടങ്ങി. ചിത്രം വരയ്ക്കാറില്ല. ഇത് നമ്മളുടെ കോഗ്നിറ്റീവ് വർക്കിങ്ങിനെ വളരെയധികം നെഗറ്റീവായി ബാധിക്കുന്നുണ്ട്. ചിത്രങ്ങളുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ജീവിതം, ചിത്രം വരയ്ക്കാൻ ശ്രമിക്കാത്ത ജീവിതം, അത് നമ്മുടെ കോഗ്നിറ്റീവ് സ്കില്ലുകളെ ബാധിക്കുന്നുണ്ട്. ശരിക്കും നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മൈൻഡ്ഫുൾനെസ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു സാധനമാണ് ചിത്രങ്ങൾ. ഈ പഴയകാല ഗുഹാമനുഷ്യരെ കുറിച്ചിട്ട് പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ ഗുഹാമനുഷ്യരെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെല്ലാം മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, അവരെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കുവാനുള്ള തുമ്പുകൾ കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? അവർക്ക് ലിപിയില്ലായിരുന്നു, ഭാഷയില്ലായിരുന്നു. കൂടുതലും ഗുഹകളിൽ കല്ലുകൾ കൊണ്ട് കൊത്തിവെച്ച ചിത്രങ്ങളായിരുന്നു, രൂപങ്ങൾ അവരിങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള പ്രാചീന ചിത്രവരകൾ അല്ലെങ്കിൽ കല്ലിൽ കൊത്തിയ ചിത്രങ്ങൾ, ഇവയൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് മനുഷ്യകുലത്തെക്കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പഴയ കാല നിർമ്മിതികൾ എടുത്തു നോക്കുക. പഴയ മഹാക്ഷേത്രങ്ങളുടെ നിർമ്മിതികൾ, അങ്ങനെയുള്ള പഴയ പല രാജ്യങ്ങളിലും പലതരത്തിലുള്ള പുരാതന നിർമ്മിതികൾ നമ്മൾ എടുക്കുന്നുണ്ടല്ലോ. ആ നിർമ്മിതികളൊക്കെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് അതിലൊക്കെ കല്ലിൽ കൊത്തിവെച്ച രൂപങ്ങളും കല്ലിൽ പരന്ന കല്ലുകളിൽ കൊത്തി വരച്ചു വെച്ച ചിത്രങ്ങളും ഇത് ധാരാളം ഉണ്ട്. എവിടെയും സെൻറ്റൻസുകളും പാരഗ്രാഫുകളും എസ്സേകളും എഴുതി വെച്ചത് നമുക്ക് കാണില്ല. ചിത്രങ്ങളാണ് കാണുക, രൂപങ്ങളാണ് കാണുക. ഇതിൽ നിന്നൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിത്രം എന്ന് പറയുന്ന സാധനവുമായിട്ട് നമ്മുടെ മനസ്സ് എത്രയധികം കണക്റ്റഡ് ആയിരുന്നു ഒരു കാലത്ത്. ഇന്നും നമ്മൾ ചെറുപ്പകാലത്തിൽ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ചിത്രങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. നമ്മളെല്ലാം ജീവിതത്തിൽ ആദ്യമായിട്ട് തത്ത, മൈന എന്നൊക്കെ നമ്മുടെ പാഠപുസ്തകത്തിലാണ് കണ്ടത്. പിന്നെയാണ് റിയൽ ആയിട്ടുള്ള സാധനത്തെ കാണുന്നത്. പിന്നെ നമ്മൾ റിലേറ്റ് ചെയ്യാണ്, അതാണ് ഇത് എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയാണ്. അപ്പോൾ ചിത്രം വരയ്ക്കാൻ തുടങ്ങണം. നമ്മൾ വീണ്ടും ചിത്രങ്ങളിലേക്ക് തിരിച്ചു പോകണം. ഇതൊരു ശീലമാക്കിയാൽ നല്ലതാണ് കേട്ടോ. ചിത്രങ്ങളായിട്ട് മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോ പ്ലാനുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ചിത്രം വരച്ചിട്ട് പ്ലാൻ ചെയ്യാൻ പറഞ്ഞിട്ട്, ഒരു സെൻട്രൽ പോയിന്റ് വരയ്ക്കുക, അതിൽ നിന്ന് ശാഖകൾ വരയ്ക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ചിത്രങ്ങളാക്കിയിട്ട് വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. ഒരു ആർട്ടിസ്റ്റിക് മൈൻഡ് വീണ്ടും ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഞാനൊരു ആമുഖമായിട്ട് പറഞ്ഞെന്ന് മാത്രം. നമ്മളുടെ ഇന്നത്തെ പ്രാക്ടീസ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളൊരു മാഗസിനോ ഒരു പത്രമോ എന്തെങ്കിലും എടുക്കുക. അതിൽ നിന്ന് നിങ്ങളുടെ കഴിവിനനുസരിച്ച് അധികം കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയത് എടുത്തോളൂ, അല്ലെങ്കിൽ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ഒരു ചിത്രം സെലക്ട് ചെയ്യുക. നിങ്ങൾ ഒരു മനുഷ്യൻ്റെ ചിത്രമാകാം, മൃഗത്തിൻ്റെ ചിത്രമാകാം, പ്രകൃതി ദൃശ്യമാകാം, എന്തുമാകാം. എന്നിട്ട് അതിലെ വലിപ്പത്തിൽ നിന്ന് ഒട്ടും കുറയുകയോ കൂടുകയോ ചെയ്യാതെ ഡിറ്റോ ആയിട്ട് നമ്മളൊന്ന് നമ്മുടെ ഒരു പുസ്തകത്തിലേക്ക് വരയ്ക്കുക. വരയ്ക്കുന്ന സമയത്ത് ആ ചിത്രം അതേപോലെ തന്നെ ആകണം എന്നൊന്നും നിർബന്ധമില്ല, പക്ഷെ അതേ അളവായിരിക്കണം.
നിങ്ങളൊരു കുഞ്ഞു ചിത്രത്തെ എടുത്ത് വലുതാക്കി വരയ്ക്കാൻ ശ്രമിക്കരുത്, ഒരു വലിയ ചിത്രത്തെ ചെറുതാക്കിയും വരയ്ക്കരുത്. നിങ്ങളുടെ വലിപ്പവും ആ ചിത്രത്തിൻ്റെ വലിപ്പവും ഏകദേശം ഒന്നായിരിക്കണം. അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് വരച്ചിട്ട് എനിക്ക് അയച്ചു തരണം കേട്ടോ, നമ്മുടെ നമ്പറിലേക്ക് അയച്ചു തരണം, ഓഫീസ് നമ്പറിലേക്ക്. ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ 100% ആ ചിത്രത്തിലേക്ക് മുഴുകിയിട്ട് വേണം നിങ്ങളത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ, ചെറിയ കുട്ടിയായി മാറുക തൽക്കാലത്തേക്ക്. എന്നിട്ട് ആ ചിത്രത്തിനെ രസം പിടിച്ചുകൊണ്ട് വളരെ ഇൻട്രസ്റ്റോടു കൂടെ നമ്മളെ പഴയകാല സ്കൂള് ജീവിതത്തെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന പോലെ ഒരു മാനസികാവസ്ഥയിൽ ഇരുന്നിട്ട് വേണം അത് ചെയ്യാൻ. ചിത്രത്തിൽ തന്നെയായിരിക്കണം നിങ്ങളുടെ ശ്രദ്ധ. ഒരു 20 മിനിറ്റ്സോളം നിങ്ങൾക്കിത് എടുക്കാം, ഇത് വരയ്ക്കാൻ വേണ്ടിയിട്ട്. 20 മിനിറ്റ്സ് വരയ്ക്കുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പോയാൽ ബോറടിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ തുടക്കക്കാർക്കൊക്കെ. ഒരു 20 മിനിറ്റ്സോളം അതിൻ്റെ ഉള്ളിൽ എത്രയും സമയം എടുത്താലും മതി. 5 മിനിറ്റാണെങ്കിൽ 5 മിനിറ്റ്, നോ പ്രോബ്ലം. മാക്സിമം നിങ്ങൾക്ക് എടുക്കാവുന്ന 20 മിനിറ്റ്സ് ആണ്. 20 മിനിറ്റ്സ് കൊണ്ടൊക്കെ വരയ്ക്കാവുന്ന ഒരു ചിത്രം എടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് പെൻസിൽ ആർട്ടായിട്ടോ പെൻ ആർട്ടായിട്ടോ ഒക്കെ ചെയ്യാം. കളറൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ പറ്റുക അങ്ങനെയാണെങ്കിലോ അങ്ങനെ ചെയ്യാം, നോ പ്രോബ്ലം, നിങ്ങളുടെ ഇഷ്ടം. ഇത് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു മെയിൻ പ്രാക്ടീസാണ്. കാരണം നമ്മുടെ തലച്ചോറിൻ്റെ ഭാഷ ചിത്രങ്ങളാണ്, അതറിയോ? നമ്മളുടെ ആന്തരിക മനസ്സ്, ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത് ചിത്രങ്ങളെ വെച്ചുകൊണ്ടാണ്. നമ്മൾക്ക് ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ കോൺഷ്യസ് മൈൻഡിൽ മാത്രമേ പറ്റൂ. ഔട്ടർ മൈൻഡിൽ മാത്രമാണ് ഭാഷകളുള്ളൂ. ആന്തരിക മനസ്സ് ചിത്രങ്ങളെയാണ് സ്വീകരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ച പുസ്തകങ്ങളിൽ നിന്ന് പഠിച്ച കഥകളെക്കാൾ കൂടുതൽ ഈസി ആയിട്ട് സിനിമാ കഥകൾ ഓർമ്മിക്കുന്നത്. കാരണം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ചിത്രങ്ങളുടെ പവറിനെ നല്ലപോലെ യൂസ് ചെയ്യാൻ പഠിക്കും. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രാക്ടീസിൽ ചിത്രം ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പല കാര്യങ്ങൾക്കും ചിത്രങ്ങൾ യൂസ് ചെയ്യുന്നത് ഒരു ശീലമാക്കി മാറ്റുക. നിങ്ങൾ ചിത്രങ്ങൾ യൂസ് ചെയ്യുന്നത്, ഓക്കെ. സോ ഇന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ്, നാളത്തെ സെഷന് മുൻപായിട്ട് ചെയ്യേണ്ട ഒരു പ്രാക്ടീസാണ് ഒരു സുന്ദരമായ ചിത്രം വരയ്ക്കുക എന്നുള്ളത്. ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആശയങ്ങൾ കൺവേ ചെയ്യാനുള്ള ഒരു പ്രാക്ടീസിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാവിയിൽ മാറാവുന്നതാണ്. ഒരു ചിത്രത്തിലൂടെ ഒരാശയം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു ചിത്രത്തിലൂടെ ഒരാശയം പറയാൻ പറ്റുമെങ്കിൽ. അങ്ങനെയുള്ള പവർഫുൾ ആശയങ്ങൾ കൺവേ ചെയ്യുന്ന കാർട്ടൂണുകളും മറ്റും കണ്ടിട്ടില്ലേ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ. സോ അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് പോകാം. ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട ചിത്രം വരയ്ക്കൽ മാത്രമാണ്. മൈൻഡ്ഫുള്ളായിട്ടിരുന്ന് ചിത്രം വരയ്ക്കും, എന്നിട്ട് എനിക്ക് അയച്ചു തരിക ചിത്രം. ആ ചിത്രം വരയ്ക്കാൻ സെലക്ട് ചെയ്യുന്ന മൊമെൻറ്റ് മുതൽ, ചിത്രത്തെ സെലക്ട് ചെയ്യുന്ന മൊമെൻറ്റ് മുതൽ ചിത്രം വരച്ചെടുക്കുന്നത്, ആ ചിത്രത്തിൽ മുഴുകിയിരിക്കുന്നത്, എൻജോയ് ചെയ്യുന്നത്, പ്രസൻസ് ഓഫ് മൈൻഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ആസ്വദിക്കുന്നത് എല്ലാം വളരെയധികം ഒബ്സർവ് ചെയ്യണേ. നിങ്ങൾ തന്നെ നിങ്ങളെ ഒബ്സർവ് ചെയ്യണം, കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അഥവാ നിങ്ങളത് അലസമായിട്ട് ചെയ്യുവാണെങ്കിൽ, മറ്റെന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ട് ആയി മാറി എൻ്റെ വരയ്ക്കൽ, യാന്ത്രികമായി മാറി എന്ന് മനസ്സിലായാൽ അവിടെ നിർത്തുക വരയ്ക്കൽ. വീണ്ടും നിങ്ങളുടെ മനസ്സ് വരയ്ക്കുന്നതിലേക്ക് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ മാത്രമേ വര തുടങ്ങാൻ പാടുള്ളൂ. വീണ്ടും മനസ്സിനെ അതിൽ പിടിച്ചിരുത്തലാണ് നമ്മുടെ ലക്ഷ്യം, ചിത്രം ഉണ്ടാക്കലല്ല ലക്ഷ്യം. ഇത് നല്ല ഓർമ്മ വേണം. ഈ രീതിയിലാണ് നമ്മളുടെ ഈ ഒരു ദിവസത്തെ പ്രാക്ടീസിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ഇത് ഞാൻ ഈ പുരാതന ശിലായുഗത്തിലേക്ക് മനുഷ്യരുടെ ചിത്രം വരയ്ക്കുന്ന കഴിവുകൾ, അല്ലെങ്കിൽ കല്ലിൽ കൊത്തിവെക്കുന്ന കഴിവുകൾ, ഇതിനെക്കുറിച്ച് ഗുഹാമനുഷ്യരുടെ ഉദാഹരണം പറഞ്ഞതും, കുട്ടികൾ സ്കൂളിൽ, നമ്മളടക്കം സ്കൂളുകളിൽ പഠിച്ചു തുടങ്ങിയപ്പോൾ ചിത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയതും അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞതെന്താ വെച്ചാൽ ചിത്രങ്ങളുടെ പവർ എന്താണെന്നുള്ളത് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. സില്ലി കാര്യമല്ല ഇത്, നമ്മളെ കൊച്ചാക്കുകയാണോ എന്ന് ചിന്തിക്കരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ചിത്രങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ്. ചിത്രങ്ങൾ വരയ്ക്കാനും എല്ലാം. ഞാനൊരു ഡിസൈനറും കൂടിയാണ് കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ചിത്രങ്ങളും കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു സന്തോഷം നേരിട്ട് അനുഭവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അത് മൈൻഡ്ഫുള്ളായിട്ടുള്ളൊരു പ്രാക്ടീസാണെന്നുള്ളത് നല്ലപോലെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പലർക്കും പല കൗൺസിലിങ്ങിൻ്റെയും ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. ഈ സൈക്കോതെറാപ്പിയിൽ മണ്ഡല പ്രാക്ടീസ് എന്ന് പറഞ്ഞൊരു പ്രാക്ടീസ് ഉണ്ട്. മണ്ഡല പ്രാക്ടീസ് ഇത് വളരെ സിമ്പിളാണ്. ഈ ബ്രാഹ്മിൻസിൻ്റെയൊക്കെ വീടിൻ്റെ മുന്നിൽ കോലം വരയ്ക്കുന്നത് കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള ഗ്രാമങ്ങളിലൊക്കെ കുറേ ഡോട്ടുകൾ ഇട്ടിട്ട് ഈ ഡോട്ടുകളെയൊക്കെ യോജിപ്പിച്ചിട്ട് കോലം വരയ്ക്കുന്നത്, ഇതുപോലെയാണ് മണ്ഡല പ്രാക്ടീസ് ചെയ്യുക. മണ്ഡല പ്രാക്ടീസ് പുസ്തകത്തിലും ചെയ്യിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ പൗഡേഴ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യിപ്പിക്കാറുണ്ട്. ഈ കോലം വരയ്ക്കലായിട്ട് ഇതിന് ബന്ധമില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ അതുപോലൊരു സംഭവമാണിത്. ചില പ്രത്യേക പാറ്റേണുകളിൽ കുറേ ഡോട്ടുകൾ ഇട്ടിട്ട് ഈ ഡോട്ടുകളെല്ലാം ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് മനോഹരമായ റൗണ്ടിലോ അല്ലെങ്കിൽ ചതുരം ത്രികോണം ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു കോലം വരച്ചതുപോലെ, രംഗോലി തീർത്തതുപോലെയുള്ള
ഒരു ചിത്രത്തെ വരപ്പിക്കുക എന്നുള്ളത്, ഇത് സ്ട്രെസ് റിലേറ്റഡ് ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് സൈക്കോ തെറാപ്പിയിൽ മണ്ഡല തെറാപ്പി എന്ന് പറഞ്ഞിട്ടൊരു തെറാപ്പി തന്നെ ഉണ്ട്. ആ രീതിയിൽ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ ചിത്രങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണെന്ന് അർത്ഥം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സോ ഡു യുവർ ആർട്ട്. ഇന്നത്തെ ചലഞ്ച് അതാണ്. നിങ്ങളുടെ ആർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് ഒരു മെസ്സേജ് സഹിതം എനിക്കത് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ ചിത്രം നിങ്ങൾ അയച്ചു തരുമ്പോൾ ഇതിൽ നിന്ന് നല്ല ചിത്രങ്ങളൊക്കെ ഞാനൊന്ന് നോക്കിയെടുക്കട്ടെ, നല്ല ആർട്ടിസ്റ്റുകൾ ആരൊക്കെ ഉണ്ട് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ. മനോഹരമായിട്ട് എന്തായാലും ചിത്രം വരയ്ക്കും. നമുക്കത് കഴിഞ്ഞിട്ട് നാളെ നോക്കാം ആരെ എങ്ങനെയുള്ള ചിത്രങ്ങൾ വരച്ചു എന്നുള്ളത്. ഒരു മത്സര ബുദ്ധി വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. എൻജോയ്മെൻറ്റ് കുറച്ച് കൂടും. കുറച്ചൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ചെയ്യുന്നത് നല്ലതാണ്. നല്ല ചിത്രമായിരിക്കണം എൻ്റെത് എന്ന് ചിന്തിക്കുന്നു കേട്ടോ. എല്ലാവരും വരയ്ക്കാം. ഓക്കെ.